കണ്ട് പിന്നെ ഒരു മുക്കാൽ ചെമ്പ് ബിരിയാണിയും തിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അന്നാണ് ഈ കാര്യങ്ങളൊക്കെ. ഇവിടാണ് അവന് പണി പാളിയത്. എവിടെ? ഈ കച്ചവടം ഒളിപ്പിച്ചതും ഈ മുക്കാൽ ചെമ്പ് ബിരിയാണിയും. കച്ചവടം കച്ചവടം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ എന്താണ് ശ്രീധരൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ അതിന്റെ പേര് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ വന്ന് കയറിയ ആൾക്കാരെ ഇൻസൾട്ട് ചെയ്തു മുക്കാൽ ചെമ്പ് ബിരിയാണി എന്നൊക്കെ. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുമല്ലോ, ഇവനെല്ലാം തമാശയായിട്ട് പറയുന്ന കൂട്ടത്തിൽ അതും അങ്ങനെ തമാശയായിട്ട് പറഞ്ഞാണ്. പിന്നെ ഒരു കാര്യം കൂടെ, ഇത് കാണുന്ന വ്യക്തികളോട് ഞാനൊരു കാര്യം പറയും, ഇവനൊരു കോമഡി പീസായിട്ട് നിങ്ങൾ കാണരുത്. അവൻ കൂടുതലും കോമഡി സ്ക്രിപ്റ്റും കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ അവൻ അങ്ങനെ ഒരിക്കലും കാണരുത്. അത്യാവശ്യം നല്ല മെച്ചൂരിറ്റിയും കാര്യങ്ങളല്ലേ ഒരു വ്യക്തിയാണ്. കാരണം എന്ന് വെച്ചാൽ വീട് പണി സമയത്ത് ഈ കൂലിക്കാരുണ്ടല്ലോ, ഈ നോക്കൂലി മേടിക്കാന്ന് പറയുന്ന കുറേ നാറികളുണ്ടല്ലോ, അതിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവരൊരു വീഡിയോസും കാര്യങ്ങളും അതിൻ്റെ അവന്മാർക്ക് കൊടുക്കുന്ന മറുപടിയൊക്കെ ഞാൻ ഒരു വീഡിയോ റിയാക്ട് ചെയ്തായിരുന്നു ആ ഒരു സമയത്ത്. അന്ന് ആരും കണ്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. അന്ന് ഇവൻ്റെ പക്വതയും ഇവൻ്റെ സംസാര രീതിയൊക്കെ എനിക്കന്ന് മനസ്സിലായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ കോമഡിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇവനെ ഒരു കോമഡി പീസായിട്ട് കാണരുത്. പിന്നെ പുള്ളിക്കാരനെല്ലാം തമാശയായിട്ട് പറയുന്നതാണ്. ആ ഒരു തമാശയാണ് ഇപ്പം ചെന്നിട്ട് ഒരു വല്ലാത്ത രീതിയിൽ പോയത്. ഓക്കെ, എന്ന് വെച്ച് എന്താ പറയണ്ടേ, ഒരു തെറ്റ് അവന് പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കുക. അങ്ങനെയാണല്ലോ. തെറ്റ് പറ്റാത്തവരാരും ഇല്ലല്ലോ. ഈ അടുത്ത സമയത്ത് ഒരു വിഷയത്തിലാണെങ്കിലും ഞാൻ ആ പയ്യനെ എതിർത്ത് സംസാരിച്ചപ്പോൾ ഇവിടുത്തെ എല്ലാവരും എന്നോട് പറഞ്ഞു, ഡാനി തെറ്റ് പറ്റുമ്പോൾ നമ്മൾ ഒരു വട്ടം ക്ഷമിക്കണം, ഇനി ഇവൻ ആവർത്തിക്കുവാണെങ്കിലേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഈ ഒരു കാര്യത്തിൽ അവനോടങ്ങ് ക്ഷമിക്കും, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. പിന്നെ തെറ്റുകൾ ഞാൻ പറയട്ടെ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ പെണ്ണിൻ്റെ വീട്ടുകാർ കണ്ടില്ല, നമ്മൾ അങ്ങനെ കണ്ടേ. ഒന്നാമത് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ പെണ്ണിനും കുടുംബക്കാരുണ്ട്. ഈ കുടുംബക്കാർക്ക് തന്നെ ഈ പെണ്ണിൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ കലിപ്പുള്ള ടീംസൊക്കെ കാണും. അവർക്കൊരു കൊട്ടിഘോഷിക്കാൻ ഇതിൽ കൂടുതലൊരു സംഭവമില്ല. അതുകൊണ്ട് ആ ചെറുക്കൻ അങ്ങനെയാണ്, ആ ചെറുക്കൻ ഇങ്ങനെയാണ്, ഒരു ബന്ധമില്ലാത്തതാണ്. അറിയാലോ, എന്താ പറയണ്ടേ, കുടിലിൽ കിടന്നതിനൊക്കെ ഈ ബംഗ്ലാവ് കണ്ടെങ്കിലും ആ പഴയ സ്റ്റാൻഡേർഡ് മാറത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, എന്തോ ആയിക്കട്ടെ. എന്തായാലും ചെക്കൻ്റെ പെണ്ണുങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. പിന്നെ ലൈക്ക് ഒന്ന് അടിക്കുക, ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ് ചെയ്യുക. എന്താ പറയുക, ഹൈപ്പ് അതും കൂടെ കൊടുത്തു. ഓക്കെ, അവൻ്റെ പെണ്ണ് കാണലും ആ ഒരു ഇതൊക്കെ ഞാൻ ഓടിച്ചിട്ട് വെക്കാം. പക്ഷെ അവൻ്റെ ഇരിപ്പും മട്ടമൊക്കെ കണ്ടിട്ട് ഇതൊരു അറേഞ്ച് മാരേജ് എല്ലാം തോന്നുന്നു, ഒരു ലവ് മാരേജ് ആണെന്നൊക്കെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഇനി സത്യാവസ്ഥ എന്താണെന്നൊക്കെ ദൈവം തമ്പുരാൻ അറിയാം. ചിലവരൊക്കെ ഈ ലവ് മാരേജ് ഉണ്ടല്ലോ പറയത്തില്ല. കാരണം പെൺകുട്ടിയുടെ വീട്ടുകാരൊക്കെ ചിലപ്പോൾ അഭിമാനക്കുറവ്, നമ്മുടെ കൊച്ച് അയ്യോ എൻ്റെ മോൾ അങ്ങനെ പ്രേമിക്കാറേ ഒന്നുമില്ല, ഈ അമ്മമാരുടെ സ്ഥിരം ഡയലോഗാണ്, എൻ്റെ മോൾ അങ്ങനെ പോകാറില്ല, ഒരു ആണിൻ്റെ മുഖത്ത് പോലും നോക്കാറില്ല എന്ന് പറയുന്ന കുറേ ടീംസ് ഉണ്ട്. എനിക്ക് ഒരു പക്ഷെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ 18 മണി കെട്ടാമായിരുന്നു. ഞാൻ പെണ്ണിന്റെ അപ്പൻ. പിന്നെ ഓ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു. വേറെന്താ സുഖം. ഒറ്റ നോട്ടത്തിൽ തന്നെ പെൺകുട്ടി എനിക്ക് ഇഷ്ടായി. എന്നാലും ഇത് അച്ഛൻ, അമ്മ, അത് പെങ്ങള്, അത് ബാക്കി ഫ്രണ്ട്സ്. സാർ ഇവരൊക്കെ എല്ലാ ആൾക്കാരും. ഓക്കെ, ഒരു പെണ്ണ് കാണലാന്ന് പറയുന്നുണ്ട്. ഈ ഒരു പെണ്ണ് കാണലിൽ തന്നെ നിങ്ങൾ പറ ഇത് ഇവൻ ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാം മുൻകൂട്ടി അവിടെ നിന്ന് പറഞ്ഞിട്ട് വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ ആ ഒരു പെണ്ണിൻ്റെ വീട്ടുകാരോട് ചിലപ്പോൾ ഇതൊക്കെ സംസാരിച്ച് കാണുമായിരിക്കാം. എന്തോ ലവ് മാരേജ് ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ, നമുക്കറിയത്തില്ല കേട്ടോ. പക്ഷേ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് വീഡിയോ കണ്ടിട്ട്. എല്ലാം മുൻകൂട്ടി ചെയ്തിട്ട് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയായിട്ട് തോന്നുന്നുണ്ട്. അമ്മ വിടാണല്ലോ അലീഷ, നിന്റെ ഭാഗ്യം കുട്ടികളിൽ നിന്നും കൊട്ടാരത്തിലേക്ക്. സാറേ എനിക്കറിയാൻ പാടില്ല, തിരിച്ചു പോകാല്ലേ ചീനന്താണ് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. നിന്റെ കൈ നന്നായിട്ട് വതയ്ക്കുന്നുണ്ട്. എനിക്കൊന്ന് സംസാരിക്കാൻ ചേട്ടായിരിക്കും എങ്ങനെ വീട് തന്നെ വീട് കൈ തുടങ്ങി മനസ്സിലായല്ലോ. ഇഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് സമ്മതമാണ്. നിങ്ങൾ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം.
ഓക്കെ, അപ്പം എത്താന്ന് പറഞ്ഞതിന് ശേഷമാണ് അണ്ണൻ്റെ മെയിൻ വീഡിയോയിലോട്ട് വരുന്നത്. അത് നമുക്കൊന്ന് പോയിട്ട് വരാം. ഒരു തീരുമാനമായതിനു ശേഷം പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായിരിക്കുകയാണ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണ് കാണാൻ പോയെന്നുള്ള കാര്യം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് പെണ്ണിന്റെ മുഖമൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ പെണ്ണ് കാണലാണ്. കുറേ പേര് പറഞ്ഞു ഇത് പെണ്ണ് കാണലല്ലോ, ഇത് ഉറപ്പിക്കലാണല്ലോ എന്ന്. അങ്ങനെയല്ല, അവിടെ പോയി കണ്ടു, അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു. അപ്പം അവിടെ നിന്നൊരു ബറ്റാലിയൻ ആൾക്കാർ ഇങ്ങോട്ട് വന്നു. ഒരു പെണ്ണിന്റെ ബന്ധുക്കളും കാര്യങ്ങളും എല്ലാവരും ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ചെറുക്കൻ്റെ വീടും പരിസരവും എല്ലാം കണ്ട് പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ നിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. മുക്കാച്ചമ്പ് ബിരിയാണി ആ ഒരു സംഭവം ഭയങ്കര നെഗറ്റീവായി പോയി. തമാശയ്ക്ക് പറയുന്നതാണ്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പുള്ളി തമാശ ഉദ്ദേശിച്ചാണെന്നുള്ള രീതിയിൽ. പക്ഷേ അത് ആൾക്കാർ ഒരു വേറൊരു രീതിയിൽ എടുക്കത്തുള്ളത്. ഇപ്പോൾ വരുന്ന ആൾക്കാർക്ക് ആ പെണ്ണിൻ്റെ വീട്ടുകാർ ചിലപ്പം മനസ്സോടെ വരുന്ന ചില ടീംസുകളുണ്ട് കേട്ടോ. അവർക്കൊക്കെ ആഘോഷിക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. ആൻഡ് ഇതുപോലൊരു വാണിയെ കിട്ടിയാണെന്ന് വേണമെങ്കിൽ പറയും. ആഘോഷിക്കും. അങ്ങനത്തെ പോലെ അറിയാം, പ്രത്യേകിച്ച് ഈ ബന്ധുക്കാർ ഉള്ള കാര്യം പറയാമല്ലോ. പിന്നെ അന്നാണ് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു കച്ചവടവും കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചതിൻ്റെ കാര്യം പറയുന്നുണ്ട്. കച്ചവടം എന്ന് പറഞ്ഞാൽ എന്തോ ശ്രീധനം ഇത്ര പവൻ്റെ മോൻ ഇത് വേണം അത് വേണം ഇതെന്നൊക്കെ വിലപേശുന്ന ഇതുണ്ടല്ലോ. ആ രീതിയിലും വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പോട്ടെ, ഇതെല്ലാം കഴിഞ്ഞ് അവസാനം അണ്ണൻ എയർ ലൈഫ് അണ്ണൻ എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതും കൂടെ വെക്കാം. ഇതിങ്ങനെ വെച്ച് ലാഗ് അടിപ്പിക്കുന്നില്ല ഞാൻ, ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ. അത് അവന് തെറ്റ് പറ്റിപ്പോയി. അവൻ എല്ലാം കോമഡി ആയിട്ട് ചെയ്ത കൂട്ടത്തിൽ ഇതും ഫൺ. നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ വെക്കുമ്പോൾ ഞാൻ എൻ്റെ കുടുംബം പോലെ കാണുന്നത്, അതുപോലെ അവനും കണ്ടു കാണുമായിരിക്കും. തെറ്റ് പറ്റിയെങ്കിൽ ഒരു വട്ടം അങ്ങ് ക്ഷമിക്കുക. ഞാനിത് പഠിച്ചതും ഇവിടുത്തെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് തന്നെയാണ്. ഇല്ല, രേണു സുധിയുടെ മോൻ കിച്ചുവിൻ്റെ ഒരു വിഷയം വന്ന സമയത്ത് ഞാൻ കിച്ചുവിനെതിരെ എനിക്ക് കുറേ തെളിവുകളും കുറേ കാര്യങ്ങൾ എൻ്റെ ഇരിപ്പുണ്ട്. അത് വെച്ചിട്ട് ഞാൻ ഒരു കാര്യം തെളിവ് കാണിച്ചില്ല, ഇതുവരെ ഞാൻ ആരെയും കാണിച്ചിട്ടില്ല. അത് മനസ്സിൽ കണ്ടിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് രാനി എന്താ പറയുന്നതാണോ വലിയ കൊച്ചിറക്കനല്ലേ അങ്ങനെയല്ല ഒരു അവസരം കൊടുക്കുന്നൊക്കെ പറഞ്ഞു. ഞാൻ ഓക്കെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ പോലെ ഞാൻ അതനുസരിച്ചു. അതുപോലെ ഇവരും അത് ക്ഷമിക്കും. നിങ്ങൾ എല്ലാവരും കൂടെ എടുത്തങ്ങ് അലക്കുവാങ്ങ് ഈ ചെറുക്കനെ എടുത്തിട്ട് തന്നെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത് ഇനി പറഞ്ഞില്ലെങ്കിൽ സത്യം പറയാൻ ഇതിനകത്ത് കിടക്കുന്നുണ്ടല്ലോ. കാരണം ഓരോ കഴിയുമ്പോഴും ആൾക്കാർ എന്നെ ഇങ്ങനെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ ഒരു അഹങ്കാരിയായ രീതിയിൽ എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് വലിയ ഒരു എന്താ പറയുക ഒരു കുറ്റക്കാരൻ അല്ലെങ്കിൽ ഒരു തെറ്റുകാരനായി മാറും. അതിനേക്കാൾ നല്ലത് ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്. ഞാൻ പലരും ഇങ്ങനെ കമൻറ്റിൽ വന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അവിടെ മറുപടി ഞാൻ കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും ഓരോരുത്തരായി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അത് വീഡിയോ ഇട്ട് നിങ്ങളുടെ മുമ്പിൽ പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടായിരുന്നു വെഡിങ് സാരി എടുക്കാൻ പോയി എന്നുള്ള സംഭവങ്ങളെ. അപ്പം അത് ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു എൻക്വയറി ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് അത് റോങ് ഇൻറ്റൻഷനോട് പറഞ്ഞതല്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ ക്യാഷ് ടോക്കിൻ്റെ ഇടയിൽ ഒരു തമാശ രൂപേണ അങ്ങനെ പറഞ്ഞു പോയ ഒരു കാര്യമാണ്. അതായത് പെണ്ണ് വീട്ടുകാരൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നു, അവരൊക്കെ കണ്ടെല്ലാം ഇഷ്ടമായി. അങ്ങനെ പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ നിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ് എന്നത് ഞാൻ പറഞ്ഞു. ആ സമയത്ത് ഞാനിത് പറയുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ എൻ്റെ തലയിലേക്ക് ഓടിക്കൊണ്ടിരുന്ന പറയുമ്പോഴത്തേക്ക് രായമണക്കത്തിൽ മമ്മൂക്ക പറയുന്ന സാധനമാണ് എൻ്റെ തലയിൽ. അത് എപ്പോഴെപ്പെട്ടെന്ന് നിങ്ങൾ മുടക്കി അല്ല തോർത്തുമുണ്ട് പിടിച്ച് നമ്മൾ ഈ കച്ചവടം ഉറപ്പിച്ചത്. അത് എന്താ പറയുക അല്ല ഒരു സീനുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കട്ടെ. 30 ചെമ്പ് ബിരിയാണി അതിൽ 30 ചെമ്പ് ബിരിയാണി ഞാനത് കേട്ടത് മുക്കാച്ചെമ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ രീതിക്കാണ് പറഞ്ഞു പോയത് അല്ല. അപ്പം അതിൽ കുറേ പേര് ഇങ്ങനെ നെഗറ്റീവായിട്ട് കമന്റ് ചെയ്തിരിക്കുകയാണ്. അതിപ്പം അവരൊന്ന് കഴിച്ചതിൻ്റെ കണക്ക് അത് എനിക്ക് മനസ്സിലായ ഒരു സംഭവം. അത് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഞാൻ ഈ പറയുന്നത് വെച്ചാൽ എനിക്ക് കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല, വായിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് ചെയ്തതിന് ശേഷം ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, എന്ന് വെച്ചാൽ ചെയ്തത് അത്ര മോശമാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അവൻ്റെ പെങ്ങളെ പോലും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. അതൊരിക്കലും പാടില്ല. ആ വീട്ടിൽ ഇരിക്കുന്ന അമ്മയും പ്രത്യേകിച്ച് പെങ്ങളെ നാളെ നീ അവളെ കെട്ടിച്ചിട്ടുണ്ടല്ലോ, അവൾക്ക് ഇതിൻ്റെ അപ്പുറം വരും അങ്ങനെ വരും മറ്റേത് മറിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. പ്രാകുന്ന ചില ആൾക്കാരുണ്ട്. വീട്ടിൽ എന്തോ അന്നം കൊടുത്തിട്ട് കുറേ കമൻസ് ഉണ്ട്. ഞാൻ കമൻസ് ഇവിടെ വെക്കുന്നില്ല. അതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അവരൊക്കെ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ അവർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പരമാവധി ഞാൻ ഇപ്പോഴും പറയുന്നത് ക്ഷമിച്ച് വിടറേ. അവൻ പറയുന്നത് വെക്കാം. ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ അങ്ങ് വിട്ടുപോയി. ഉള്ള കാര്യം പറയാലോ. എന്തോ ഇത് കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അവൻ ആ ഒരു സിനിമയുടെ സീൻ കാണിക്കുമ്പോൾ തന്നെ അവൻ എന്താ ഉദ്ദേശിക്കുന്നത് അവനെ കൂടെ കറക്റ്റായിട്ട് തന്നെ. പക്ഷെ അതൊക്കെ വെച്ചിട്ട് ഇവിടുത്തെ ആൾക്കാർ അതും പച്ച അവരാതെ ഒന്ന് എഴുതി അങ്ങ് പിടിപ്പിക്കുക. ഞാൻ പറഞ്ഞു അതല്ല എങ്കിൽ എന്താ പറയുക ബന്ധുക്കളെ താഴ്ത്തിട്ട് സംസാരിച്ചു. പിന്നെ എന്താ പറയുക ഒരുപാട് പിന്നെ മെച്ചൂരിറ്റി ഇല്ലാതെ ഞാൻ സംസാരിച്ചു, പൊളൈറ്റ് അല്ലാതെ സംസാരിച്ചു, പിന്നെ മര്യാദ കുറച്ചൊക്കെ ആവാം, പിന്നെ അങ്ങനെ കുറേ എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഞാനിത് ഇപ്പോഴെങ്കിലും അത് പറഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ വലിയ തെറ്റുകാരൻ. ഞാൻ അങ്ങനത്തെ ഒരു ദുരുദ്ദേശം ഉദ്ദേശിച്ചു അല്ലെങ്കിൽ ആരെയും കൊച്ചാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ കഴിച്ചതിൻ്റെ പ്ലേറ്റിൻ്റെ മൂക്കോ കട്ടി എടുത്തിട്ട് മുക്കാച്ചപ്പാണോ അരച്ചപ്പാണോ എന്നുള്ളത് കൃത്യമായിട്ട് തൂക്കിയായിട്ട് പറഞ്ഞതല്ല. അത് ആ ഫ്ലോയിൽ അന്ന് പറഞ്ഞു പോയതാണ്. നിങ്ങൾ ഈ രീതിയിൽ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു തന്നപ്പോഴാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ റോങ് ഇൻറ്റൻഷൻ ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് മാറിപ്പോയി എന്ന് നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അതുവരെ ഞാൻ മനസ്സാ വാച കർമ്മ ലക്ഷണം അറിയാത്ത ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിക്കാതെ പറഞ്ഞു പോയ ഒരു കാര്യമാണ്. എൻ്റെ മൈൻഡ് അതാണ് രായമാണെങ്കിൽ സ്റ്റൈൽ ഡിസൈൻ അങ്ങോട്ട് പോയി ഞാൻ അങ്ങനെ രീതി പറഞ്ഞു പോയത്. ഇപ്പോൾ ഇതിൻ്റെ ഉദ്ദേശിച്ചത് അതാണ്. അപ്പോൾ ആ രീതിക്കാണ് പറഞ്ഞു പോയ കാര്യം. അവിടെ നിന്ന് തിരിച്ച് നിങ്ങളുടെ കമൻസ് കണ്ടപ്പോഴത്തേക്കാണ് ഞാൻ ഇതിന് ആലോചന ഇതിങ്ങനെയാണല്ലേ ആൾക്കാർ വ്യാഖ്യാനിക്കപ്പെട്ട അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു അർത്ഥമുണ്ടല്ലേ എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നത്.
അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനും ആൾക്കാർ പല രീതിയിൽ കിണ്ടിയും കയറി മറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിനെ വേറെ രീതിക്ക് പല രീതിക്ക് വ്യാഖ്യാനിക്കപ്പെടും. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ പറയുന്ന വാക്കുകളേക്കാൾ അതായത് കേൾക്കുന്ന ആളിൻ്റെ ആ ഒരു മനസ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നും ഈ സംഭവങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് മാറിപ്പോകും എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അത് ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് ഇതായത് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പം ഞാൻ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കഥയായിരിക്കും. ആ ഒരു കഥയിൽ ഇതിലൊരു സാരാംശമുണ്ട്. അതായത് പണ്ടൊരു കവി ഇങ്ങനെ ഒരു മറപ്പടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് മഴയൊക്കെ പെയ്ത് മണ്ണൊക്കെ ഇങ്ങനെ നനഞ്ഞ് ആ ഒരു മണ്ണിൻ്റെ മണമൊക്കെ ആസ്വദിച്ച് മനസ്സ് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പുള്ളി ഒരു പുസ്തകം എടുത്തിട്ട് 4 വരി കവിത അങ്ങോട്ട് എഴുതുകയാണ്. മഴ പെയ്തു, മണ്ണ് നനഞ്ഞു, വേണ്ട, ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നൊന്നുമില്ല. ഇത് വെച്ചാലും നിങ്ങൾക്ക് ബോറാവും. അപ്പോൾ അവനൊരു തെറ്റ് പറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഒരു അഭിപ്രായമാണ് തുറന്ന് പറഞ്ഞത്. പക്ഷേ ഇനി ഇങ്ങനെയുള്ള വാക്കുകൾ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇത് എല്ലാവർക്കും ഒരു പാഠം തന്നെയാണ്. എൻ്റെ ലൈഫിലാണെങ്കിൽ പോലും നമുക്ക് വേണ്ടപ്പെട്ടവർ, നമുക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന ആൾക്കാരെ കളിയാക്കും. അത് അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. ഈ അടുത്ത് 2-3 ദിവസം മുമ്പ് എൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ അവൾ ഈ രീതി സംസാരിച്ചു. ഓക്കെ, ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. കാരണം സാധാരണ വേറൊരാണെങ്കിൽ വെച്ചിട്ട് പുള്ളിയെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ എന്തോ ആ ഒരു ഫ്രണ്ടിനോട് പ്രത്യേക ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അലക്കി വിട്ടാനെ. ഈ ഒരു വിഷയത്തിൽ അവൻ്റെ കുടുംബത്തിനെയും നിങ്ങൾ ആരും ദ്രോഹിക്കാതിരിക്കുക. കാരണം പെങ്ങളെ വരെ ചേർത്ത ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. നാളെ അവളൊരു വീട്ടിൽ പോകേണ്ടതല്ലേ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. തെറ്റ് പറ്റാത്തവരാരും ഇല്ലല്ലോ. ഇത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളല്ല. ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം. ഇത് വന്ന് പറഞ്ഞ് ഉപദേശിക്കാനോ അല്ലെങ്കിൽ വലിയ തത്വം പറയാനോ എനിക്ക് കിട്ടത്തില്ല. ഇപ്പോഴും ഓരോരുത്തർ ഇപ്പം ഇതിൻ്റെ താഴെ വന്നിട്ട് ആൾക്കാർ എന്നെ വേണമെങ്കിൽ നെഗറ്റീവ് അടിക്കും. നീ എന്തുവാണ് ഈ പറയുന്നത്, അവൻ അമ്മാതിരി തോന്നിയ ദിവസമല്ല പറഞ്ഞത്, അവൻ്റെ പല കോമഡികളും ഞങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ നീ ഇപ്പോൾ പറഞ്ഞോണ്ട് യോജിപ്പില്ല എന്നൊക്കെ കുറേ ആൾക്കാർ വേണമെങ്കിൽ ഇരുന്ന് മെഴുക. എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ലവ് യു.